ISROയുടെ മിഷനുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയിട്ടുള്ള, ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള ഒരു മിഷൻ അത് ചന്ദ്രയാൻ 3 അല്ല, ചന്ദ്രയാൻ 1 ആണ്. എനിക്കറിയാം ചന്ദ്രയാൻ 3 വളരെ ഹെവി ആയിട്ടുള്ളൊരു മിഷനായിരുന്നു. ചന്ദ്രൻ്റെ പ്രതലത്തിൽ നമുക്ക് കൃത്യമായിട്ട് സോഫ്റ്റ് ലാൻഡ് ചെയ്ത് ലോകത്തിൻ്റെ മുൻപിൽ ഒരു അത്ഭുതമായിട്ട് മാറാൻ സാധിച്ചിരുന്നു. പക്ഷേ അത് ആദ്യമായിട്ട് ചെയ്തത് നമ്മളായിരുന്നില്ല. എന്നാൽ ആദ്യമായിട്ട് ഒരു രാജ്യവും ചെയ്തിട്ടില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മുടെ 2008 വിക്ഷേപിച്ച ചന്ദ്രയാൻ ഫസ്റ്റിന് സാധിച്ചിരുന്നു. ഈ ചന്ദ്രയാൻ 1 ഒരു പേലോഡ് ഉണ്ടായിരുന്നു, M³ അല്ലെങ്കിൽ മൂൺ മിനറോളജി മാപ്പർ എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപം. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് ചന്ദ്രൻ്റെ പ്രതലത്തിൽ അടങ്ങിയിരിക്കുന്ന ജലത്തിൻ്റെ കണങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ M³ നമ്മുടെ ISRO ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഒന്നുമല്ല. അത് പൂർണ്ണമായിട്ട് നിർമ്മിച്ചത് നാസയാണ്. അതിൻ്റെ പേരിൽ ഈ ക്രെഡിറ്റ് പൂർണ്ണമായിട്ട് നാസയ്ക്ക് കൊടുക്കാനും സാധിക്കില്ല. ഈ M³ ചന്ദ്രൻ്റെ പ്രതലത്തിൽ കൊണ്ടുപോവുകയും അതിന് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തതും നമ്മുടെ ഇസ്രോയുടെ ചന്ദ്രയാൻ 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റ് പൂർണ്ണമായിട്ടും അമേരിക്കയുടേതല്ല, പൂർണ്ണമായിട്ട് ഇന്ത്യയുടെയുമല്ല. എന്നാൽ ഇന്ത്യയും അമേരിക്കയും ഒരുപോലെ തന്നെ പങ്കുവെക്കുന്ന ഒരു ക്രെഡിറ്റാണ്. ചന്ദ്രൻ്റെ പ്രതലത്തിൽ അതിനു മുൻപ് ജലമുണ്ടെന്നുള്ള പല അവ്യൂഹങ്ങളും ഹൈപ്പോത്തിസിസുകളും ഉണ്ടായിരുന്നു. എന്നാൽ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ജലത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിച്ചത് ഈ ഒരു പദ്ധതിയിലൂടെയായിരുന്നു, നമ്മുടെ ചന്ദ്രയാൻ 1 ആയിരുന്നു. എത്ര കൊല്ലങ്ങൾ കഴിഞ്ഞാലും എത്രമാത്രം കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും ചന്ദ്രനിൽ മനുഷ്യനൊരു വലിയ കോളനി ഉണ്ടാക്കിയാൽ പോലും ചന്ദ്രനിൽ ആദ്യമായിട്ട് ജലം കണ്ടുപിടിച്ച രാജ്യം അല്ലെങ്കിൽ ഏജൻസി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം ഇസ്രോയും അല്ലെങ്കിൽ ISROയും അമേരിക്കയുടെ നാസയുമാണ്. അത് ശരിക്കും നമുക്ക് വളരെയധികം അഭിമാനിക്കാൻ സാധിക്കുന്ന ഇസ്രോയുടെ ഒരു വലിയ മിഷൻ തന്നെയായിരുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഇസ്രോയുടെ മിഷൻ ഏതാണ്? ആദിത്യയാണോ, അതോ ചന്ദ്രയാൻ 1 ആണോ, ചന്ദ്രയാൻ 3 ആണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.